സ്റ്റേറ്റിൽ വന്നിറങ്ങി ട്രെയിനിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ജാഗ്രത എല്ലായിടത്തും നൽകിയിട്ടുണ്ട്. അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഭയപ്പെടാനൊന്നുമില്ല. എങ്കിലും വിദേശത്ത് നിന്ന് വരുന്ന യാത്രക്കാരെ കൂടുതൽ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് ഇന്ന് ലഭിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ള നടപടികൾ ഉണ്ടാകും. അതിൻ്റെ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. കണ്ടാൽ അത് സംബന്ധിച്ച് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. ആരാണെങ്കിലും അല്ല, കുറ്റക്കാരാണെന്ന് കണ്ട് ആരെയും സംരക്ഷിക്കില്ല. ദേവൻ്റെ സ്വത്തിൽ കൈയിട്ട് വാരുന്ന ഒരാളും ഏത് പാർട്ടിയാണെങ്കിലും ശക്തമായിട്ടുള്ള നിലപാട് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് സ്വീകരിക്കും. ഏതാ? തീർച്ചയായും എല്ലാ നിർദ്ദേശങ്ങളും അദ്ദേഹത്തിൻ്റെ ഞാനിന്നൊരു പത്രത്തിൽ വായിച്ചു. അതെല്ലാം സ്വാഗതാർഹമാണ്. അതനുസരിച്ച് ഞാൻ മെഡിക്കൽ കോളേജുകളും സന്ദർശിക്കുന്നുണ്ട്. രോഗികളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. ഡോക്ടർമാരുടെ സംഖ്യ വർദ്ധിപ്പിക്കുക, അതാണ് ഞങ്ങളുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. കാരണം പല ഡോക്ടർമാർക്കും ഈ ഡോക്ടർമാരുടെ എണ്ണം കുറവായതുകൊണ്ട് വേണ്ടത്ര അവർക്ക് ചിലപ്പോൾ ജാഗ്രത കിട്ടില്ല. അത് എല്ലാവർക്കും പതിവാണ്. ഇപ്പോൾ ഞങ്ങൾക്കും ഒരുപാട് വിസിറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊതുപ്രവർത്തകരുടെ മൂടും തെറ്റുമല്ലോ. അത് ആവർത്തിക്കാതിരിക്കാൻ ഡോക്ടർമാരുടെ പോസ്റ്റുകൾ കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. പിന്നെ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുന്ന ഞങ്ങളുടെ നയമാണ്. അതിൽ വെള്ളം ചേർക്കാൻ സാധ്യമല്ല. തിരുവനന്തപുരത്തെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജും ഹരിപ്പാട് മെഡിക്കൽ കോളേജും അത് ഞങ്ങൾ ആരംഭിക്കും. അതോടൊപ്പം തന്നെ നിലവിലുള്ള മെഡിക്കൽ കോളേജുകളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഓക്കെ. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ആരോഗ്യമന്ത്രി അദ്ദേഹം ചുമതല ഏറ്റെടുത്തിട്ട് അധിക ദിവസമായിട്ടില്ല. അപ്പോൾ അതിൻ്റെ എന്താണ് ആരോഗ്യമേഖലയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്നൊക്കെയുള്ള പഠന കാലയളവിലാണ്. എനിക്ക് ഷിഗല്ല വൈറസിനെ പറ്റിയാണെന്നു ആദ്യം പറഞ്ഞത്. മെഡിക്കൽ കോളേജിൽ സന്ദർശനം നടത്തും, ഈ പറയുന്ന ഡോക്ടർമാരുടെ എണ്ണം കൂട്ടും, രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത്, അങ്ങനെ പല പുതിയ കാര്യങ്ങൾ പറയുകയാണ് കെ മുരളീധരൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.